ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2015 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 3. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. വെരിഫൈ വെദർ 100 ഇസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 10 ആണ്. ഇതിന്റെ പൊതുവ്യത്യാസം 3 ആയാൽ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. 100 ഈ ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം അഥവാ ഈ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യ പദം തന്നിട്ടുണ്ട്. എത്രയാണ്? 10. അതുപോലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യ പദം എന്താണ്? 10 ആണ്. ഇനി രണ്ടാം പദം എങ്ങനെ കണ്ടുപിടിക്കും? 10ലൂടെ 3 കൂട്ടിയാൽ 10 + 3 എത്രയാണ്? 13. ഇനി മൂന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കും? 13ലൂടെ വീണ്ടും നമ്മുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൂട്ടും. 13 + 3 എത്രയാണ്? 16 എക്സെട്ര. അപ്പോൾ ഇതാണ് ആദ്യ 3 പദം. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യ 3 പദങ്ങൾ 10, 13, 16. ഓക്കെ. ഇനി ചോദിച്ചിട്ടുള്ളത് എന്താണ്? വെരിഫൈ വെദർ 100 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 100 ഈ ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കുക. ഏതൊരു സംഖ്യ തന്നിട്ടും അതൊരു ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കാൻ എട്ടാമത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ആൾ ടേംസ് ഓഫ് എ സീക്വൻസ് ഹാവ് ഈക്വൽ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്. അതായത് ഒരു ശ്രേണിയുടെ എല്ലാ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം ഒരേപോലെ ആയിരിക്കും. ഇവിടെ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഇവിടെ 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് ശിഷ്ടം കിട്ടുന്നത് എന്ന് നോക്കാം. 10 ഡിവൈഡഡ് ബൈ 3. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 × 3 9. 10ൽ നിന്ന് 9 പോയാൽ 1. അപ്പോൾ 10നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ്? 1. ഇനി അടുത്ത സംഖ്യ 13. 13നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര? 13ൽ എത്ര 3 ഉണ്ട്? 4. 4 × 3 12. ഇനി 13ൽ നിന്ന് 12 പോയാൽ 1. അപ്പോൾ അടുത്ത ടേം 13നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം എത്രയാണ്? 1. അടുത്ത ടേം 16. 16നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 16ൽ എത്ര 3 ഉണ്ട്? 5. 5 × 3 എത്രയാണ്? 15. 16ൽ നിന്ന് 15 പോയാൽ എത്രയാണ്? 1. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ശ്രേണിയിലെ എല്ലാ പദത്തിനെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ ഒരേപോലെ. ഓക്കെ. ഈ ഒരു തിയറം അഥവാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാം. എന്തിന്? 100 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് പരിശോധിക്കാൻ. മറ്റേത് സംഖ്യയും ഒരു ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കാൻ ഈ സെയിം തിയറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ 100 ഈ സീക്വൻസിലെ ടേം ആവണമെങ്കിൽ എന്ത് വേണം? 100നെ അഥവാ 100നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ 1ൽ 3 ഇല്ല. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 × 3 9. 10ൽ നിന്ന് 9 പോയാൽ 1. 0 ഇറക്കി എഴുതി. വീണ്ടും 10ൽ എത്ര 3 ഉണ്ട്? 3. 3 × 3 9. 10ൽ നിന്ന് 9 പോയാൽ 1. അപ്പോൾ ഇവിടെ 100നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ്? 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 100 is a term of this sequence because when dividing 100 by 3 we get the remainder 1. അഥവാ 100 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. കാരണം 100നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം 1 ആകുന്നു. രണ്ടാമത്തെ ചോദ്യം, സം ഓഫ് ഫസ്റ്റ് n terms of an arithmetic sequence is 3n² plus n. Find the first term and a common difference of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² plus n ആണ്. ഈ ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് n terms of the sequence എത്രയാണ്? 3n² plus n. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മൂന്നാമത്തെ ഇക്വേഷൻ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു n/2 into 2f plus n minus 1 into d. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ n/2 into 2f plus n minus 1 into d. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഓക്കെ. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവുക. എങ്ങനെയാണ് മാറ്റുക?
2f into n/2. n/2 നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്യാം. ഓക്കെ, പ്ലസ് n/2നെ n-1 ഇൻറ്റു ഡി യുമായിട്ട് ഇൻഡു ചെയ്യും. n-1 ഇൻറ്റു ഡി ഇൻറ്റു n/2. ഓക്കെ, അപ്പൊ n/2 നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്യും. ഇനി 2ഉം 2ഉം വെട്ടിപ്പോയി. അപ്പൊ എന്തായി? n(f(n) പ്ലസ് n-1 dn/2. ഇനി dn/2 നമുക്ക് n-1ന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്യാം. dn/2 ഇൻറ്റു n എന്ത് വരും? dn²/2. ഇനി -1 ഇൻറ്റു dn/2 എന്ത് വരും? -dn/2. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് dn²/2നെ ആദ്യം എഴുതാം. d/2 n². ഓക്കെ, ഇനി fn-ഉം -dn/2 ആണ് ബാക്കി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാണ് n. ഓക്കെ, ബാക്കി എന്തൊക്കെയുള്ളത്? f ഉണ്ട്, -d/2. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ആൾജിബ്രായിക് ഫോം നമുക്ക് an² പ്ലസ് bn എന്ന ഫോമിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? d/2 n² പ്ലസ് f - d/2 n. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സം ഓഫ് n ടേംസിന്റെ ആൾജിബ്രായിക് ഫോം an² പ്ലസ് bn എന്ന ഫോർമാറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ a എന്ന് പറയുന്നത് എന്താണ്? d/2, അതായത് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസിന്റെ പകുതി. ഓക്കെ, ഇനി b എന്താണ്? f - d/2 ആണ്, അതായത് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം ബൈ 2. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 3n² പ്ലസ് 1n. ഓക്കെ, ഇവിടെ a എത്രയാണ്? 3. a എന്ന് പറഞ്ഞാൽ d/2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ d കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ത് വരും? 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. ഇനി p എത്രയാണ്? 1. p എന്ന് പറയുന്നത് f - d/2 ഈക്വൽ ടു 1. f നമുക്ക് കണ്ടുപിടിക്കണം. d എത്രയാണ്? 6/2 ഈക്വൽ ടു 1. ഇനി f -6/2 3 ഈക്വൽ ടു 1. അപ്പോൾ f എത്രയാണ്? 1 പ്ലസ് 3 ഈക്വൽ ടു 4. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 6. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 4. മൂന്നാമത്തെ ചോദ്യം, the terms of an arithmetic sequence with common difference 4 are natural numbers. പൊതുവ്യത്യാസം 4 ആയ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങൾ എണ്ണൽ സംഖ്യകളാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1, 2, 3, 4, 5 എക്സെട്ര. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സുകൾ എന്തല്ല? നാച്ചുറൽ നമ്പേഴ്സുകൾ അല്ല. അതുപോലെ തന്നെ 0 നാച്ചുറൽ നമ്പർ അല്ല. ആദ്യത്തെ ചോദ്യം, ഇഫ് x is a term in the sequence, what is the next term? ഈ ശ്രേണിയിലെ ഒരു പദം x ആയാൽ തൊട്ടടുത്ത പദം ഏതാണ്? അപ്പോൾ ഈ ശ്രേണിയിലെ ഒരു പദം x ആണെങ്കിൽ തൊട്ടടുത്ത പദം എത്രയായിരിക്കും? x പ്ലസ് 4 ആയിരിക്കും. കാരണം എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ x ഒരു ടേം ആണെങ്കിൽ തൊട്ടടുത്ത ടേം ഏതായിരിക്കും? എക്സിന്റെ കൂടെ 4 കൂട്ടിയ ടേം ആയിരിക്കും. ഓക്കെ, അപ്പൊ x ഫസ്റ്റ് ടേം ആണെങ്കിൽ സെക്കൻഡ് ടേം x പ്ലസ് 4 ആയിരിക്കും. അടുത്ത ചോദ്യം, if the sum of reciprocals of 2 consecutive terms of this sequence is 4/50, find those terms. ഈ ശ്രേണിയിലെ തുടർച്ചയായ 2 പദങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക 4/15 ആയ ഈ പദങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം തന്നെ 2 കോൺസിക്യൂട്ടീവ് ടേംസ്, അതായത് 2 അടുത്തടുത്ത പദം എക്സും x പ്ലസ് 4 എടുക്കുക. അതിന്റെ റെസിപ്രോക്കൽസ് അഥവാ വ്യുൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? a ആണ് ഒരു സംഖ്യ എങ്കിൽ a-ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? 1/a. ഇനി a/b ഒരു ടേം അല്ലെങ്കിൽ ഒരു സംഖ്യയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? b/a. ഓക്കെ, അങ്ങനെ നേരെ തിരിച്ചിടുന്ന സംഖ്യകളെയാണ് വ്യുൽക്രമങ്ങൾ അഥവാ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്ത സംഖ്യകളുടെ റെസിപ്രോക്കൽസ് അതിന്റെ സമ്മ് എത്രയായിരിക്കും? 4/50, 4/15 ആണെങ്കിൽ ആ ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾ എക്സും x പ്ലസ് 4. ഇനി അതിന്റെ വ്യുൽക്രമങ്ങൾ അഥവാ റെസിപ്രോക്കൽസ് നമുക്ക് എങ്ങനെ എഴുതാം? 1/x, അതുപോലെ തന്നെ 1/x പ്ലസ് 4. ഇനി ഇവയുടെ സമ്മ് അഥവാ തുക പ്ലസ് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 4/15.
അങ്ങനെയാണെങ്കിൽ എക്സും എക്സ് പ്ലസ് ഫോറും എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് എ ബൈ ബി പ്ലസ് സി ബൈ ഡി എങ്ങനെയാണ് നമ്മൾ എഴുതുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? എ ഇൻറ്റു ഡി പ്ലസ് സി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുക? എ ഇൻറ്റു ഡി ഈക്വൽ ടു സി ഇൻറ്റു ബി. ഓക്കെ, ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? 1 ഇൻറ്റു എക്സ് പ്ലസ് 4 എത്രയാണ്? 1 ഇൻറ്റു എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് 4 പ്ലസ് 1 ഇൻറ്റു എക്സ്. 1 ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു എത്രയാണ്? 4/15. ഇനി എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x പ്ലസ് 4 ഡിവൈഡഡ് ബൈ എക്സിനെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 4 പ്ലസ് 4x ഈക്വൽ ടു 4/50. ഇനി ഈക്വൽ ടു വരുന്ന സമയത്ത് എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ഇങ്ങനെ എ ഇൻറ്റു ഡി ഈക്വൽ ടു സി ഇൻറ്റു ബി. അതേപോലെ 2x പ്ലസ് 4 ഇൻറ്റു 15. ഓക്കെ, 15 ഇൻറ്റു 2x പ്ലസ് 4 ഈക്വൽ ടു ഇനി തിരിച്ച് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4x. ഓക്കെ, ഇനി 15 ഇൻറ്റു 2 എത്രയാണ്? 30x പ്ലസ് 15 ഇൻറ്റു 4 എത്രയാണ്? 60 ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് സ്ക്വയർ 4x സ്ക്വയർ. ഇനി 4 ഇൻറ്റു 4 എത്രയാണ്? 16x. ഓക്കെ, ഇനി നമുക്ക് എല്ലാം ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. 30x പ്ലസ് 60 മൈനസ് 4x സ്ക്വയർ. ഇനി 16xനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 16x ഈക്വൽ ടു 0. ഇനി മൈനസ് 4x സ്ക്വയർ ആദ്യം എഴുതി. 30x മൈനസ് 16x എത്ര വരും? 14x പ്ലസ് 60 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഈ ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവയിൽ നിന്ന് എങ്ങനെയാണ് എക്സിനെ കണ്ടുപിടിക്കുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിലെ എക്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വരും പാഠങ്ങളിൽ അതിന്റെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നു. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഓക്കെ, ഇതിലെ എ എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ബി എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ്. സി എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ ആണ് സി. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ എ എന്താണ്? -4, ബി എന്താണ്? 14, ഇനി സി എന്താണ്? 60. ഓക്കെ, ഇനി ഇത് വെച്ച് നമ്മൾ എക്സ് കാണാൻ പോവുകയാണ്. എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ -14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എത്രയാണ്? 14 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? -4, സി എത്രയാണ്? 60 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -4 ഈക്വൽ ടു -14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 14ന്റെ സ്ക്വയർ എത്രയാണ്? 196, അതായത് 196 മൈനസ് 4 ഇൻറ്റു -4 എത്ര വരും? -16. ഇനി -16 ഇൻറ്റു 60 എത്ര വരും? -960 -960 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -4 എത്രയാണ്? -8 ഈക്വൽ ടു -14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 196 മൈനസ് 960 എത്ര വരും? 196 പ്ലസ് 960 എത്രയാണ്? 1156 ഡിവൈഡഡ് ബൈ -8 ഈക്വൽ ടു -14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1156 എത്രയാണ്? 34ന്റെ സ്ക്വയർ ആണ് 1156. അപ്പോൾ റൂട്ട് ഓഫ് 1156 എത്ര വരും? 34 ഡിവൈഡഡ് ബൈ -8. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസുകൾ വരാം. ഒന്നുമില്ലെങ്കിൽ എക്സ് എന്ത് വരാം? -14 -34
ബൈ -18 -8 ഓക്കെ. അല്ലെങ്കിൽ എക്സിന് വരാൻ പറ്റുന്ന ഒരു വാല്യൂ എന്താണ്? -14 + 34 ഡിവൈഡഡ് ബൈ -8. ഇനി -14 -34 എത്രയാണ്? -48. -48 ഡിവൈഡഡ് ബൈ -8 എത്ര വരും? 6. ഇനി -14 + 34, അതായത് 34 - 14 എത്ര വരും? 20. 20 ബൈ -8 എത്ര വരും? -2.5. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എക്സ് ഒന്നുമില്ലെങ്കിൽ 6 ആവാം, അല്ലെങ്കിൽ -2.5 ആവാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഈ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദവും നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളാണെന്ന്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ -2.5 അല്ലെങ്കിൽ -2.5 എക്സിന്റെ വാല്യൂ ആവില്ല. അപ്പോൾ ഏതാണ് എക്സിന്റെ വാല്യൂ? എക്സ് = 6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് 6 ആണെങ്കിൽ നെക്സ്റ്റ് ടേം എത്രയായിരിക്കും? x+4, അതായത് 6 + 4 = 10. അപ്പോൾ എക്സിന്റെ വാല്യൂസ് അഥവാ സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ടേംസ് 4/15 ആണെങ്കിൽ ആ ടേംസുകൾ ഏതൊക്കെയാണ്? 6ഉം 10. അഥവാ ഈ ശ്രേണിയിലെ തുടർച്ചയായ രണ്ട് പദങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക 4/15 ആയാൽ പദങ്ങൾ ഏതൊക്കെയാണ്? 6ഉം 10ഉം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, length of sides of a right angle triangle are in arithmetic sequence with common difference t. If the length of the smallest side of the triangle is x minus b, write the length of its other two sides. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ പൊതുവ്യത്യാസം d ആയ ഒരു സമാന്തര ശ്രേണിയിലാണ്. ത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം x - d ആയാൽ മറ്റു രണ്ട് വശങ്ങളുടെയും നീളം എഴുതുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം, മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതിനെ, ഓക്കെ, അതായത് ഇവിടെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രിയിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുക. ബാക്കി രണ്ട് സൈഡുകളെക്കാട്ടിലും വലിയ സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും ചെറിയ സൈഡ് x - d ആണെങ്കിൽ ബാക്കി രണ്ട് സൈഡുകളും എത്രയാണ്? അതുപോലെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ x - d ആണ് നമ്മുടെ ആദ്യത്തെ ടേം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേമിനെ നമുക്ക് എങ്ങനെ കാണാം? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? d ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ ടേമിനെ d കൊണ്ട് കൂട്ടിയാലാണ് നമുക്ക് അടുത്ത ടേം കിട്ടുക. അപ്പൊ x - d യിലൂടെ വീണ്ടും ഒരു d കൂട്ടി. അപ്പൊ എത്ര കിട്ടി? x എന്ന് കിട്ടും. -d + d എന്താവും? 0 ആവും. അടുത്തത് മൂന്നാമത്തെ ടേം എന്ത് വരും? x, ഈ എക്സിന്റെ കൂടെ വീണ്ടും d കൂട്ടും. ഓക്കെ, അപ്പോ നമ്മുടെ മൂന്ന് സൈഡുകൾ ഏതൊക്കെയാണ്? x - d, അതിന്റെ കൂടെ വീണ്ടും d കൂട്ടിയപ്പോൾ x, അതിന്റെ കൂടെ വീണ്ടും d കൂട്ടിയപ്പോൾ x + d. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകൾ. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. x - d ആണ് ഏറ്റവും ചെറിയ സൈഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. d ആണ് കോമൺ ഡിഫറൻസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഇപ്പോൾ 2 ആണ് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ നമ്മൾ അടുത്ത ടേം എങ്ങനെ എഴുതുക? 2ന്റെ കൂടെ 3 കൂട്ടി 5, 5ന്റെ കൂടെ 3 കൂട്ടി 8, ഇങ്ങനെയാണല്ലോ എഴുതുക. അപ്പൊ അതേപോലെ തന്നെ x - d ആണ് ഏറ്റവും ചെറുതെന്ന് തന്നിട്ടുണ്ട്. d കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണെങ്കിൽ x - d ന്റെ കൂടെ ഒരു d കൂട്ടി കഴിഞ്ഞാൽ x, അതാണ് രണ്ടാമത്തെ ടേം. വീണ്ടും d കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ടേം. അപ്പൊ x - d, x + d, ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? x - d ഏറ്റവും ചെറിയ സൈഡ്, ഇനി രണ്ടാമത്തെ ചെറുത് x, ഇനി ഏറ്റവും വലുത് x + d. അപ്പോൾ ഇങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് അരിത്മെറ്റിക് സീക്വൻസിലായ വരിക. അപ്പോൾ ഇതാണ് ഉത്തരം, x - d, x + d. ഇനി ബി ക്വസ്റ്റ്യൻ, show that any right angle triangle with sides in arithmetic sequence is similar to the right angle triangle with sides 3, 4 and 5. വശങ്ങളുടെ നീളം സമാന്തര ശ്രേണിയിലായ ഏതു മട്ടത്രികോണവും വശങ്ങളുടെ നീളം 3, 4, 5 ആയ മട്ടത്രികോണത്തിനോട് സാദൃശ്യമായിരിക്കും എന്ന് സമർത്ഥിക്കുക. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നോക്കാം. ഇത് എ, ഇത് ബി ആൻഡ് ഇത് സി ആണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. a² + b² എന്ന് പറയുന്നത് c² ആയിരിക്കും. അതായത് ഈ സൈഡിലെ ലെങ്ത്തും ഈ സൈഡിലെ ലെങ്ത്തിന്റെയും സ്ക്വയറിന്റെ സമ്മുകൾ c-ന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, a² + b² = c² ആയിരിക്കും. ഈ ഒരു കാര്യം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം.
ഓക്കെ, ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടത്, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എ ബി സിയുടെ സ്ഥാനത്ത് നമ്മുടെ പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ, എ സ്ക്വയറിന് പകരം എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയറിന് പകരം എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെയാണ് എഴുതുക? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഇതിനെ എഴുതാൻ പോകണം. എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഡി, ഇനി പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഈ എക്സ് സ്ക്വയർ അങ്ങനെ എഴുതും. അതുപോലെ എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xd പ്ലസ് ഡി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എല്ലാം ഈക്വൽ ടുന്റെ സെയിം ഒരേ സൈഡിലേക്ക് ആക്കാം. ഇവിടെ ഓൾറെഡി ഉള്ളത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xd പ്ലസ് ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഈ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് എക്സ് സ്ക്വയർ, ഇനി 2xd ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 2xd, ഇനി ഡി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ഡി സ്ക്വയർ. ബാക്കി അവിടെ എന്താണ് ഉണ്ടാവുക? 0. ഓക്കെ, ഇനി ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എത്രയാണ്? 2x സ്ക്വയർ മൈനസ് 1x സ്ക്വയർ എത്ര വരും? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്. അതിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സ് സ്ക്വയർ. ഇനി മൈനസ് 2xd മൈനസ് 2xd എത്ര വരും? മൈനസ് 4xd. ഇനി ബാക്കി ആരൊക്കെയുള്ളത്? പ്ലസ് ഡി സ്ക്വയർ ആൻഡ് മൈനസ് ഡി സ്ക്വയർ എത്ര വരും? 0 ഈക്വൽ ടു 0. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാണ് എക്സ്. എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 4d ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 4d 0 ആവാം. അപ്പോൾ എക്സ് 0 ആവുമോ? എക്സ് 0 എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ സൈഡ് 0 ആണെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം? ഇത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് 4d ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? എക്സ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? 4d ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അരിത്മെറ്റിക് സീക്വൻസ് പ്രകാരം എങ്ങനെയാണ് ടേംസ് വരുന്നത്? എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് ഡി എന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം എന്താണ്? എക്സ് മൈനസ് ഡി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ എക്സ് എത്രയാണ് കണ്ടുപിടിച്ചത്? 4d ആണെന്ന് കണ്ടുപിടിച്ചു. 4d മൈനസ് ഡി എത്ര വരും? 3d. അപ്പൊ ഫസ്റ്റ് ടേം 3d. ഇനി രണ്ടാമത്തെ ടേം എക്സ് എന്താണ്? 4d ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടേം എന്താണ്? എക്സ് പ്ലസ് ഡി, അതായത് എക്സ് എന്താണ്? 4d പ്ലസ് ഡി എത്ര വരും? 5d. അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ഏത് ഫോർമാറ്റിലാവും? 3d, 4d, 5d. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അരിത്മെറ്റിക് സീക്വൻസ്? 3, 4, 5. ഓക്കെ, ഇനി 2 ആണെങ്കിൽ ഏതാണെങ്കിലും 3:4:5 എന്ന റേഷ്യോയിലായിരിക്കും നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിന്റെ സൈഡ്സിന്റെ അരിത്മെറ്റിക് സീക്വൻസ് വരിക. രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 9, 15, 21 എക്സെട്ര. റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. നമ്മുടെ സീക്വൻസ് എന്താണ്? 9, 15, 21 എക്സെട്ര. ഇനി ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇതിലെ രണ്ടാമത്തെ പോയിന്റ് dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എഫ് എന്താണ്? ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സീക്വൻസിൽ നിന്ന് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചാൽ മാത്രമേ ആൾജിബ്രായിക് ഫോം കാണാൻ സാധിക്കൂ. ഇനി ഫസ്റ്റ് ടേം എന്താണ്? ഈ സീക്വൻസിലെ ആദ്യത്തെ പദം 9. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്താണ്? 15, ഫസ്റ്റ് ടേം 9, 15ൽ നിന്ന് 9 പോയാൽ 6. ഇനി ആൾജിബ്രായിക് ഫോം അപ്പൊ എങ്ങനെ കാണാം? d 6n പ്ലസ് എഫ് എത്രയാണ്? 9 മൈനസ് 6, അപ്പോൾ 6n പ്ലസ് 3. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 6n പ്ലസ് 3. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ 25th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിന്റെ 25th ടേം 25ാം പദം കാണാം. നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു nth ടേമിന്റെ ആൾജിബ്രായിക് ഫോം എന്താണ്? 6n പ്ലസ് 3. ഓക്കെ, ആ എന്നിൽ 25 ഇട്ട് കൊടുത്താൽ നമുക്ക് 25ാമത്തെ പദം കിട്ടും. 6 ഇൻറ്റു 25 പ്ലസ് 3. 6 ഇൻറ്റു 25 പ്ലസ് 3 എത്ര വരും? 150 പ്ലസ് 3 153. ഇനി സി ക്വസ്റ്റ്യൻ,
ഫൈൻഡ് ദ സം ഓഫ് ടേംസ് ഫ്രം 25th to 50th ഓഫ് ദി സീക്വൻസ്. 25ാം പദം മുതൽ 50ാം പദം വരെയുള്ള പദങ്ങളുടെ സം അഥവാ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ 25th ടേം നമുക്കറിയാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 50th ടേം കണ്ടുപിടിക്കണം. 50ാം പദം 50th ടേം ഈക്വൽ ടു 6 ഇൻറ്റു 50 പ്ലസ് 3 എത്ര വരും? 6 ഇൻറ്റു 50 300. 300 പ്ലസ് 3 എത്ര വരും? 303. ഇനി സമ്മ് കാണാം. 25ാമത്തെ പദം മുതൽ 50ാം പദം വരെയുള്ള പദങ്ങളുടെ തുക കാണാം. സമ്മ് കാണാനുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ് ഇവിടെ? ഇവിടെ ഉണ്ട്. സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു എഫ് പ്ലസ് എൻ. എഫ് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. എൽ എന്താണ്? ലാസ്റ്റ് ടേം അഥവാ അവസാന പദം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ സമ്മ് കാണുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? 25ാം പദം. ലാസ്റ്റ് ടേം എന്താണ്? 50ാമത്തെ പദം. ഓക്കെ, അപ്പൊ സം ഈക്വൽ ടു n/2 ഇൻറ്റു 25th ടേം പ്ലസ് 50th ടേം ഈക്വൽ ടു 25ാം പദം മുതൽ 50ാം പദം വരെ എത്ര പദങ്ങൾ ഉണ്ടാവും? 26 പദങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എണ്ണി നോക്കിയാൽ തന്നെ മനസ്സിലാവും. 25, 26, 27 അങ്ങനെ എണ്ണി നോക്കിയാൽ 50 പദങ്ങൾ വരെ എത്ര എണ്ണം ഉണ്ടാവും? 26 പദങ്ങൾ. അതാണ് n. 25 എന്ന് തെറ്റിച്ച് എഴുതരുത്. 26 പദങ്ങൾ ഉണ്ടാവും. ഇൻറ്റു 25th ടേം എത്രയാണ്? 153 പ്ലസ് 50th ടേം എത്രയാണ്? 303 ഈക്വൽ ടു 26/2 എത്രയാണ്? 13. 13 ഇൻറ്റു 153 പ്ലസ് 303 എത്ര വരും? 456. ഇനി 13 ഇൻറ്റു 456 എത്രയാണ്? 5928. 5928. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സം ഓഫ് ടേംസ് ഫ്രം 25th to 50th ഓഫ് ദി സീക്വൻസ് എത്രയാണ്? 5928. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Can the sum of some terms of this sequence be 2015? ഈ ശ്രേണിയിലെ ഏതാനും പദങ്ങളുടെ തുക 2015 ആകുമോ? എന്തുകൊണ്ട്? ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സം ഓഫ് ഫസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ് ആണ് 2015 എന്ന് എടുക്കാം. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ തുക 2015 ആണ് എന്ന് നമ്മൾ എടുക്കാം. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു 2015 എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ഈ സീക്വൻസിന്റെ, അതായത് ഈ ശ്രേണിയുടെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം എഴുതണം. എങ്ങനെയാണ് എഴുതുക? നമ്മൾ മുൻപേയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മുൻപേയുള്ള ചോദ്യങ്ങളിലൊക്കെ പഠിച്ചു. സമ്മ് കാണാനുള്ള, സമ്മിന്റെ ആൾജിബ്രായിക് ഫോം കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? d/2 n² പ്ലസ് f മൈനസ് d/2 ഇൻറ്റു n. ഓക്കെ, ഇതാണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ d എന്താണ്? 6/2. അപ്പൊ എത്രയാണ്? 3n² പ്ലസ്, ഇനി ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 9. 9 മൈനസ് 3 എത്ര വരും? 6n. ഓക്കെ, അപ്പോ ഈ ശ്രേണിയുടെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം 3n² പ്ലസ് 6n. ഇനി നമുക്ക് ഈക്വൽ ടു 2015 ആണെന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 3n² പ്ലസ് 6n മൈനസ് 2015 ഈക്വൽ ടു 0. ഇനി ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? b² മൈനസ് 4ac, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു. ഓക്കെ, b² മൈനസ് 4ac എന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു 25 ആണ് നമുക്ക് കിട്ടിയെങ്കിൽ റൂട്ട് ഓഫ് 25 5ആണെന്ന് പറയാം. ഇനി നമുക്ക് 24 കിട്ടിയെങ്കിൽ റൂട്ട് ഓഫ് 24 എന്താണ്? പോയിന്റ്, ഡെസിമൽ പോയിന്റ് വന്നിട്ടുള്ള സംഖ്യയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു എന്നിനൊരു കറക്റ്റ് വാല്യൂ ഇല്ല, ഒരു കറക്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് കിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് b² മൈനസ് 4ac ഉത്തരം കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ a എന്താണ്? 3 ആണ്, b 6 ആണ്, c മൈനസ് 2015 ആണ്. അപ്പോൾ b² എന്ന് പറഞ്ഞാൽ 6² മൈനസ് 4 ഇൻറ്റു a എന്താ? 3 ഇൻറ്റു മൈനസ് 2015. ഇനി 6² 36 മൈനസ് 4 ഇൻറ്റു 3 എത്രയാണ്? 12. 12 ഇൻറ്റു 2050 എത്ര വരും? 24,180 മൈനസ് 24,000, ബിക്കോസ് 2015 ഇവിടെ മൈനസ് ആണ്. അപ്പോൾ എന്ത് വരും? 36 പ്ലസ് 24,180. ഇനി 36 പ്ലസ് 24,180 എത്ര വരും? 24,260. ഓക്കെ,
ഈ 24,216 എന്തല്ല ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 24,216 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഇതിനൊരു കറക്റ്റ് ഇന്റീജർ വാല്യൂ എൻജിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 2015 ഇതിലെ ഈ സീക്വൻസിലെ സമ്മ് ആവില്ല എന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കും. അടുത്ത വീഡിയോയിൽ 2014 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്